ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരൈഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ചില സ്കീമുകളെ കുറിച്ചാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചും പോസ്റ്റ് ഓഫീസിലുള്ള സ്കീമിനെ കുറിച്ചും. ചില ആളുകളോട് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സ്കീമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോസ്റ്റ് ഓഫീസിലെ ഇന്ന സ്കീമിൽ ചേർന്നിട്ടുണ്ട് കുട്ടിയുടെ പേരിൽ എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം തന്നെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ കുറെ വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ സ്കീമും ലൈഫ് ഇൻഷുറൻസിന്റെ സ്കീമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പോസ്റ്റ് ഓഫീസിലെ സ്കീം അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ എടുക്കുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീമിലേക്കാണെങ്കിൽ പെൺകുട്ടികളെ മാത്രമാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതും ഏകദേശം 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാരൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. പാരൻസിനെ ആഡ് ചെയ്തിട്ട് നോമിനേഷൻ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിൽ കൂടെ പാരൻസിൻ്റെ പേരിൽ സ്കീം എടുത്തിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിനെ നോമിനേറ്റ് ചെയ്ത് നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റ് ഓഫീസിലെ സ്കീമുകളിൽ ഒരു ഇൻഷുറൻസ് കവറേജ് ഇല്ല, അതുപോലെ ആക്സിഡൻറ്റ് ഡെത്ത് കവറേജ് ഇല്ല, പിന്നെ അവിടെ ഡിസേബിലിറ്റി കവറേജ് ഇല്ല, മറ്റ് ടേം റൈഡേഴ്സോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നോർമൽ കവറേജ് ഉണ്ട്, ഡെത്ത് കവറേജ് ഉണ്ട്, ആക്സിഡൻറ്റ് കവറേജ് ഉണ്ട്, അതുപോലെ തന്നെ ടൈം റൈഡ് ഉണ്ട്, ഡിസേബിലിറ്റി കവറേജ് ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ സേഫ്റ്റി എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ഇൻഷുറൻസിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇൻ കേസ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മരിച്ചു പോയാൽ പോസ്റ്റ് ഓഫീസിലെ സ്കീമിലാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി അത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. അതിൻ്റെ കാലാവധി വരെ ആ പേയ്മെൻറ്റ് അടച്ചേ പറ്റൂ. എന്നാൽ മാത്രമാണ് ആ എമൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് അടയ്ക്കുന്ന വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട, ആ ഒരു ഡെത്ത് ബെനിഫിറ്റ് എന്ന രീതിയിലുള്ള ഒരു ഫണ്ട് അപ്പോൾ തന്നെ അത് കുടുംബത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സുരക്ഷിതത്വം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അവിടെ ഇൻ കേസ് ആ ഒരു പ്രൊപ്പോസർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്ന ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു സ്കീം അവിടെ വച്ച് നിർത്തലാവുകയും അവർക്ക് ആ ഒരു എമൗണ്ട് അന്നേരെ അടച്ചതിൻ്റെയും ആ ഒരു ഡെത്ത് കവറേജ്, നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് കവറേജ്, ഡെത്ത് കവറേജ് ഇതെല്ലാം അതിനകത്തുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണോ അവരുടെ ബെനിഫിറ്റ് വരുന്നതെന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ ആ കുടുംബത്തിന് ലഭിക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു സെക്യൂരിറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന രീതിയിൽ അവർക്ക് അത് ലഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മെച്യൂരിറ്റി എമൗണ്ട്, പോസ്റ്റ് ഓഫീസിലെ സ്കീമിൽ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ടാക്സ് കൊടുക്കണം. അവിടെ ഒരു TDS ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ ടാക്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് അവിടെ കിട്ടുന്നുണ്ടോ അത് ഫുള്ളായിട്ടും കയ്യിൽ കിട്ടുന്നത് തന്നെയാണ്. അവിടെ ടാക്സ് ഡിഡക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് സ്കീമിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി ഉണ്ട് ഇത്ര എന്ന് പറയാറുണ്ട്. പക്ഷെ അത് 1 ഇയറിലേക്ക് മാത്രമാണ് ഗ്യാരണ്ടി. അടുത്ത വർഷം അത് ഒരു ഗ്യാരണ്ടിയും ഇല്ല, അത് തന്നെ കിട്ടും എന്നുള്ളത്. പക്ഷെ ലൈഫ് ഇൻഷുറൻസിൽ ഇത്ര ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ബെനിഫിറ്റ്, ഇത്ര കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്യാരണ്ടീഡ് ആണ്. അത് ജീവിതകാലം മുഴുവൻ കൊടുക്കുന്ന റിട്ടേൺ ആണെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസും പോസ്റ്റ് ഓഫീസ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം ചില കാര്യമായ വ്യത്യാസങ്ങൾ തന്നെ. മെയിനായിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരാൾ നോർമൽ ഡെത്ത് ആയാലും ആക്സിഡൻറ്റ് ഡെത്ത് ആയാലും മറ്റ് ഡിസേബിലിറ്റി സംഭവിച്ചാലും ഒന്നും അവിടെ ഒരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. അതേസമയം ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ നോർമൽ ഡെത്ത് വന്നാൽ നോർമൽ കവറേജ് കിട്ടും, ആക്സിഡൻറ്റിലാണെങ്കിൽ ഡബിൾ കവറേജ് കിട്ടും. അതുമല്ല ഡിസേബിലിറ്റി ആണ് സംഭവിക്കുന്നതെങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനുമായിട്ട് ആ ഒരു നിശ്ചിത എമൗണ്ട് 10 വർഷത്തേക്കൊക്കെ അവിടെ മാസം തോറും ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമും ലൈഫ് ഇൻഷുറൻസ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം.
എല്ലാവരും സ്കീമുകൾ ഇപ്പം വിവിധമാർന്ന സ്കീമുകളിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്തിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ചെറിയ ചെറിയ നമ്മുടെ ഗോളുകൾക്ക് വേണ്ടി, ഷോർട്ട് ടൈമിലേക്ക് ഗോളിലേക്ക് വേണ്ടി, ലോങ് ടൈമിലേക്കുള്ള ഗോളിലേക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെതായ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.